നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഓൺലൈൻ ഗ്രൂപ്പിന്റെ പ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മള് കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവിന്റെ വരവിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ആ വിഷയത്തിൽ നിന്ന് വിട്ട് വേറൊരു കാര്യമാണ് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വിഷയങ്ങളിൽ ഏതാണ്ടൊരു ലക്ഷണങ്ങള്, പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ സൂചിപ്പിച്ച് വിട്ടു എന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ ബാക്കി മറ്റൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി എന്നൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതാണ് 1, 2, 3 ഞായറാഴ്ചകളിൽ നമ്മൾ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. ചിലർക്ക് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഉപവാസ പ്രാർത്ഥന എടുക്കുന്നവരെ മാത്രമേ ചിലർ പ്രാർത്ഥനാ ജീവിതക്കാരായിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ. വേറെ ചിലർക്കാണെങ്കിൽ ചില പ്രത്യേക കൃപാവരങ്ങളുള്ളവര് മാത്രമാണ് പ്രാർത്ഥനക്കാരെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകളോ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും ദൈവം എന്നോട് സംസാരിച്ചതുമായ പ്രാർത്ഥന എന്ന വിഷയത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. എന്നോട് കൂടെ പ്രിയപ്പെട്ടവര് ആയിരിക്കുമല്ലോ. നമുക്ക് ഇന്നത്തെ പഠനത്തിനായി, ഇന്നത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് വളരെ പരിചിതമായ ഒരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. 6:9. മത്തായിയുടെ സുവിശേഷം 6:9 ആദ്യ ഭാഗം ഞാൻ തന്നെ വായിക്കാം. തുടർന്നുള്ള വായനയ്ക്ക് പ്രിയപ്പെട്ടവർ സജ്ജമായിരിക്കണമേ എന്ന കാര്യം ഓർമ്മിപ്പിക്കാം. അതിങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരുവചനം. കർത്താവ് തന്നെ നേരിട്ട് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മാതൃക കാണിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ ഇവ്വണ്ണം പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃക കാണിച്ചു തരികയാണ്. സമുദായ സഭയിൽപ്പെട്ടവര് കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന അതേപടി ഏറ്റു ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലുന്നതിൽ നിയമപരമായി തെറ്റോ വചനപരമായി തെറ്റോ ഒന്നുമില്ല. എങ്കിലും ഇത് മാതൃകയാണ്. മാതൃകയായതുകൊണ്ട് ദൈവത്തോട് ഉള്ള പ്രാർത്ഥന ഈ പറഞ്ഞത് അടിസ്ഥാനപരമായി നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. അത് ഔട്ട്ലൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥനയുടെ ഔട്ട്ലൈൻ കർത്താവ് നമുക്ക് നൽകി. അത് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ബേസ്മെന്റ് കർത്താവ് നമുക്ക് നൽകി. നമ്മുടെ ഓരോ പ്രാർത്ഥനയും, അത് വ്യക്തിപരമാണെങ്കിലും കൂട്ടായ്മയായി കൂടി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ മാതൃക നമ്മുടെ ഹൃദയത്തിൽ വേണം. ആ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ മറ്റു വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അപ്പൊ നമുക്ക് ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞതിൽ നിന്നും കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മാതൃകകൾ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, നമ്മള് പൊതുജനം, ക്രിസ്തീയ വിശ്വാസികളായ നമ്മള്, വിവിധ സഭയിൽപ്പെട്ടവര് നമ്മുടെ കൂട്ടത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് നാട്ടുകാര്, പൊതുജനങ്ങള് നമ്മളെ വിളിക്കുന്ന പല പേരുകളുണ്ട്. മുമ്പ് നമ്മളെ വിശേഷിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന പേര് ഒന്ന് പ്രാർത്ഥനക്കാരെന്നായിരുന്നു. പ്രാർത്ഥനക്കാർ. മറ്റൊരു പേര് ആരാധനക്കാരെന്നാണ്. നാട്ടുകാരെ മുമ്പ് നമ്മളെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ച പേര് ആരാധനക്കാർ അല്ലെങ്കിൽ പ്രാർത്ഥനക്കാര്. നമ്മൾ അഭിമാനപൂർവ്വം പറയും നമ്മൾ ആരാധനയ്ക്ക് പോവുകയെന്ന്. സമുദായ സഭക്കാരൊക്കെ പലരും അവർ കുർബാനയ്ക്ക് പോവുകയാണ്, കുർബാന കാണാൻ പോവുകയാണ്,
അതിൽ അവർക്കുള്ള പങ്ക് അത്രയേ ഉള്ളൂ. കുർബാന കാണുക എന്നേ ഉള്ളൂ. കണ്ട് തൃപ്തിയാകും. ഞങ്ങളുടെയൊക്കെ മാതൃസഭകളില് കുർബാന കാണുന്ന വലിയ ജനക്കൂട്ടമാണ്. ജനക്കൂട്ടം ഞായറാഴ്ച പോയില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് കുർബാന കാണാൻ പോകുന്നവരുണ്ട്. അപ്പം ആ പള്ളിയുടെ പടവുകളിൽ കുർബാന കഴിയുന്നവരെ ഇരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ആരാധനക്കാരാണ്. അപ്പൊ ആരാധന എന്ന വിഷയവും നമ്മൾ ഇതിനോടൊന്നിച്ച് എന്നെങ്കിലും നമുക്ക് പ്രത്യേകമായി പഠിക്കണം. കാരണം അതിലും നമ്മൾ പല തെറ്റിദ്ധാരണകളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ആരാണ് ആരാധനക്കാരെന്നത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നമ്മുടെ വിഷയം പ്രാർത്ഥനക്കാരാണ്. നമ്മളെ പ്രാർത്ഥനക്കാരെന്നാണ് മുമ്പ് ആളുകൾ വിളിച്ചിരുന്നത്. നമ്മൾ അഭിമാനപൂർവ്വം പറയുമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിന് പുറത്തുള്ള ആളുകളെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അഭിമാനപൂർവ്വം ചിലരെങ്കിലും പറയാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥനക്കാരാണ്. എന്നാൽ ദുഃഖകരമായ ചില കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥനക്കാരെന്നുള്ള നമ്മുടെ നമ്മളെ കുറിച്ചുള്ള വിശേഷണം ഇന്ന് പലരും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണവും നമ്മൾ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥനക്കാരെന്നുള്ളതിന് പകരം നാട്ടുകാർ നമ്മളെ ഒച്ച വെക്കുന്നവരെന്ന് ഒരു വിശേഷണത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ ഒരു ജീവിത രീതി ശൈലിയിൽ മാറ്റം വന്നുകൊണ്ടായിരിക്കണം. എന്തിനും ഏതിനും പ്രാർത്ഥനയിൽ അഭയം ചൊല്ലുന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് അഭയം ചൊല്ലിയിരുന്നതിന് പകരമായി നമ്മൾ അത്യാഡംബരമായ ജീവിതത്തിൽ ജീവിത ശൈലി സ്വീകരിക്കുകയും അതേസമയം നമ്മുടെ മീറ്റിങ്ങുകളിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് കാണുമ്പോൾ പൊതുജനത്തിന്റെ ഒരു ധാരണ, പൊതുജനത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രാർത്ഥനക്കാരെന്ന അഭിപ്രായം മാറി ഇന്ന് ഒച്ച വെക്കുന്നവരെന്ന ഒച്ചക്കാരെന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയിരിക്കുന്നു പൊതുജനം. അതിന്റെ കാരണം എന്നാന്ന് പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹമില്ലെങ്കിൽ ചിലമ്പുന്ന കൈത്താളവും വെറും ചിലങ്കയാ. ഈ കൈ പിടിച്ചിങ്ങനെ കൊട്ടുന്ന സ്നേഹമില്ലെങ്കിൽ. സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കണം ഒച്ച വെക്കുന്നവരായിട്ട് നമ്മൾ മാറിയത്. സ്നേഹമുണ്ടായിരുന്നെങ്കിൽ സ്നേഹിക്കുന്നവർ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമായിരുന്നു. ഒരുപക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നതുകൊണ്ടായിരിക്കണം നമ്മൾ വെറും ഒച്ച വെക്കുന്ന ചിലമ്പോ കൈത്താളമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മളെ പ്രാർത്ഥനക്കാരെന്ന് വിളിക്കുന്നു. ഈ പ്രാർത്ഥനക്കാരെന്ന് നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. നമ്മുടെ ഗ്രൂപ്പില് ഒരു 10-60 കൊല്ലങ്ങൾക്ക് മുമ്പ്, 60-70 ഒക്കെ കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കണം, ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനം തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഇങ്ങനെ വ്യാപിച്ചു തുടങ്ങുന്ന ആ കാലഘട്ടത്തില് അന്ന് ഡിക്ഷണറി എഴുതാൻ വേണ്ടി ഒരു ഹൈന്ദവ പണ്ഡിതന് പെന്റിക്കോസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അന്വേഷിച്ച് പലരോടും ചോദിച്ചു കാണും. നിങ്ങൾ കേട്ട് കാണും. രാമലിംഗം പിള്ള, കേരളത്തിലെ അതിപ്രശസ്തമായ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എഴുതിയ ഒരു പണ്ഡിതനാണ് രാമലിംഗം പിള്ള. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വാക്കറിയാം, പെന്റിക്കോസ്റ്റ് എന്ന വാക്കറിയാം. പക്ഷെ അതിനെ മലയാളം എഴുതാൻ വേണ്ടി അദ്ദേഹം അനേകരോട് ചോദിച്ചു, എന്താ ഈ പെന്റിക്കോസ്റ്റ്, എന്താ ഈ പെന്റിക്കോസ്റ്റ്. അദ്ദേഹം ഒരുപക്ഷെ തിരുവിതാംകൂറിലെ ഇന്നത്തെ കൊട്ടാരക്കരയോ പിന്നെ കോട്ടയമോ തിരുവല്ലയോ ചെങ്ങന്നൂരോ ഒക്കെ അദ്ദേഹം ഇങ്ങനെ പലരോട് ചോദിച്ചു കാണും, വാട്ട് ഈസ് ദിസ് പെന്റിക്കോസ്റ്റ്, ഓർ ഡു യു നോ വാട്ട് ഈസ് പെന്റിക്കോസ്റ്റ് എന്നിങ്ങനെ അദ്ദേഹം പലരോടും ചോദിച്ചു കാണും. പെന്റിക്കോസ്റ്റ് എന്താണ്. ആർക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഒടുവിൽ അദ്ദേഹം ആരോ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, അറിയാം, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം. ആരാണ്? ഞങ്ങളുടെ അടുത്ത് ഒരു കൂട്ടം ആളുകൾ, ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്. അവരെന്തിനും ഏതിനും പ്രാർത്ഥിക്കുന്നവരാ. ഏത് വിഷയം പറഞ്ഞാലും പ്രാർത്ഥിക്കുക, ഏത് സമയവും കൊട്ടും പാട്ടും തന്നെ. അവർ രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിയിൽ രാമലിംഗം പിള്ള എഴുതി പെന്റിക്കോസ്റ്റ്, PENTECOST, പെന്റിക്കോസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം രാമലിംഗം പിള്ളയുടെ പഴയ ഡിക്ഷണറിയുടെ പഴയ എഡിഷൻ ഇപ്പോഴും നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ അതിൻ്റെ അകത്ത് രാമലിംഗം പിള്ള എഴുതിയിരിക്കുന്ന ഡിക്ഷണറിയിൽ ഇങ്ങനെയാണ് പെന്റിക്കോസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത്: പ്രാർത്ഥനയുടെ
ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ വിഭാഗം. ഇത് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകര് പെന്തിക്കോസ്റ്റിന് കൊടുത്ത മലയാളം അർത്ഥമല്ല. പകരം പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ വിഭാഗം എന്ന് പെന്തിക്കോസ്റ്റിന്റെ മലയാള അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട് രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറി. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഇപ്പോഴും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും, അങ്ങാടിയിൽ വായിക്കാൻ കിട്ടും, ബുക്ക് സ്റ്റോളിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ പഴയ എഡിഷൻ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോഴും ആ അർത്ഥം കിടപ്പുണ്ടെന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അപ്പൊ നമ്മൾ ഹൂ ഈസ് പെന്തിക്കോസ്റ്റ് എന്ന ചോദ്യത്തിന്റെ അർത്ഥം ലോകക്കാരൻ പറഞ്ഞതാണ് പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ആ ക്രൈസ്തവ വിഭാഗം. ഇനി നമുക്ക് ആ വേദഭാഗത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അതിനുശേഷം കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരുടെ 3 യോഗ്യതകളാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത്. 3 പ്രാർത്ഥനകളാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് മാതൃകയായിട്ട്. 3 പ്രാർത്ഥനകൾ. അത് സമയത്തിന് ലഭ്യത അനുസരിച്ച് നമ്മൾ പഠിക്കും. ഒന്നാമത്തെ പ്രാർത്ഥന 11-ാം വാക്യത്തിൽ, രണ്ടാമത്തെ പ്രാർത്ഥന 12-ാം വാക്യത്തിൽ, മൂന്നാമത്തെ പ്രാർത്ഥന 13-ാമത്തെ വാക്യത്തിൽ. 3 പ്രാർത്ഥനയാണ്. നമ്മള് ഈ 3 പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവർക്ക് ചില യോഗ്യതകളുണ്ടല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു മാതൃക വേണം. നമുക്കറിയാം, ഒരു ഗവൺമെന്റ് ജോലിക്ക് ഇപ്പോ കലക്ടർ ആകണം. കലക്ടർക്ക് വേണ്ടി ഗവൺമെന്റ് അപേക്ഷ വെക്കുമ്പോൾ 10-ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിക്ക് അതിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല. മിനിമം ക്വാളിഫിക്കേഷൻ IAS ജയിക്കുക എന്നുള്ളതാണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അത് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഒരു ജില്ലാ കളക്ടറുടെ മിനിമം ക്വാളിഫിക്കേഷൻ. പ്രാർത്ഥിക്കുന്നവനൊരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മളോട് ചിന്തിക്കുന്നത്. അവിടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായി 3 വ്യവസ്ഥകൾ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ 3 വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. ആ 3 എണ്ണമാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, നിന്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. എത്രയോ പ്രാവശ്യം നമ്മൾ ഇതൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതാ. അവിടെയൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുന്നേ ഇല്ല. എന്താ കാരണം? നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നമ്മള് വിശുദ്ധനായ അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് പറയുക, കർത്താവേ അവിടുത്തെ നാമം അങ്ങ് വിശദീകരിക്കണമേ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അത്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ നാമം വിശദീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ദൈവത്തിന്റെ നാമം വിശുദ്ധമല്ലേ? ആ നാമം എന്തിനാണ് പിന്നെ ദൈവം വിശുദ്ധമാക്കുന്നത്? എന്താണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ നിന്ന് പറയാൻ കേട്ടോ. ആ 3 യോഗ്യതകൾ, കർത്താവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, അത് ആ വചനത്തിന്റെ ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവെ അവിടുത്തെ വിശുദ്ധിക്ക് യോജിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കരുതേ. അതായിരിക്കണം പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മുടെ ഒരു യോഗ്യത. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനു മുമ്പ് പറയുക, കർത്താവെ എൻ്റെ ഈ പ്രാർത്ഥന തിരുനാമമഹത്വത്തിന് യോജിക്കാത്തത് ആയിരിക്കരുതേ. കണ്ടോ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. പിന്നെ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. 3 യോഗ്യതകളാണ്, അല്ലെങ്കിൽ 3 വ്യവസ്ഥകളാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് പറയുന്നത്. ചുരുക്കത്തിൽ പറയാം, ഈ 3 വ്യവസ്ഥകളും സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവഹിത പ്രകാരമായിരിക്കണം. ദൈവത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് കഴിയുമോ? പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മളെ വിശുദ്ധമായി ജീവിക്കുവാൻ. കർത്താവേ എന്നെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ
അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടുന്ന് വിശുദ്ധമാകണേ, കർത്താവേ അങ്ങ് വിശുദ്ധമാകണേ, വിശുദ്ധമാകണേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ? പ്രപഞ്ച സൃഷ്ടാവിനെ വിശുദ്ധമാക്കാൻ നമുക്ക് കഴിയൂ? പ്രപഞ്ച സൃഷ്ടാവ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. വിശുദ്ധി എന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം കർത്താവെ എന്നെ വിശുദ്ധനായി സൂക്ഷിക്കുവാൻ, വിശുദ്ധനായി എന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണേ എന്നാണ് ചുരുക്കം പറഞ്ഞ അതിന്റെ അർത്ഥം. ഞാൻ പരിശുദ്ധനല്ല, പക്ഷേ വിശുദ്ധിയോടെ ജീവിക്കുന്ന എന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയായ വിശുദ്ധി എനിക്ക് നൽകണമേ, അവിടുത്തെ രാജ്യം വരണമേ, നിത്യതയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്ക് നൽകണമേ, നിത്യതയിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയോടുകൂടി അവിടുത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? കർത്താവെ അവിടുത്തെ ഇഷ്ടപ്രകാരമായിരിക്കട്ടെ എന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കാൻ നമ്മൾ തുടങ്ങുക, ഏത് വിഷയമായിക്കോട്ടെ. ഇപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ പ്രാർത്ഥന, ഉദാഹരണത്തിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ട്, നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിലൊക്കെ ഇഷ്ടം പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ അത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒറ്റ നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അതിലെല്ലാം ഉപരിയായി നമ്മൾ ഈ 3 നേരമോ 2 നേരമോ ദീർഘസമയം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, പകരം ഒരു പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ് ഉചിതം. ഓരോ സെക്കൻഡും നമ്മുടെ പ്രാർത്ഥനയിൽ നയിക്കപ്പെടുന്ന രീതിയിൽ അടുക്കളയിൽ കയറുമ്പോൾ പോലും സ്തോത്രം കർത്താവെ, ഇന്നത്തെ എൻ്റെ അധ്വാനത്തെ അവിടുന്ന് മാനിക്കണമേ. കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞ ഗ്യാസ് കുറ്റി ഓണാക്കുന്നത് പോലും ഒരു സെക്കൻഡിലെ പ്രാർത്ഥനയോടുകൂടി. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. കാരണം ഗ്യാസ് കുറ്റി ഓണാക്കുന്നത് തന്നെ അത് ഓണായി തലേ ദിവസം ഇരുന്നോ ചോർച്ച ഉണ്ടായോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഓണാക്കുമ്പോ മുതൽ തലേ ദിവസം കമിഴ്ത്തി വെച്ചിരുന്ന പാത്രം എടുത്ത് പിന്നെയും കഴുകാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവേ എന്നൊരു വിളിയോട്, അതാണ് ഒരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മൾ പ്രാർത്ഥനക്കാരാവുന്നുള്ളൂ. അല്ലാതെ 21 ദിവസവും കർത്താവിനെ തോൽപ്പിക്കാൻ വേണ്ടി 41 ദിവസവും ഉപവാസം എടുത്ത വ്യക്തി ആയിക്കണമെന്നില്ല. നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയാണോ എന്നുള്ളതാണ്. അതാണ് കർത്താവ് നോക്കുന്നത്. ദീർഘനേരം പ്രാർത്ഥിച്ചതോ ഒച്ച വെച്ച് പ്രാർത്ഥിച്ചതോ മറ്റുള്ളവർ കേൾക്ക വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു, അതൊക്കെ ചില സന്ദർഭത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നാൽ അതല്ല കർത്താവ് നോക്കുന്നത്. പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതമാണോ എന്റേതെന്നുള്ള കർത്താവ് പരിശോധിക്കുന്നത്. അങ്ങയുടെ ഇഷ്ടം. ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വീടിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന വിഷയമാണ്. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ ഇടയ്ക്ക് ഒരു കർത്താവിന്റെ ദാസൻ വളരെ ചെറുപ്രായം മുതൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ഇന്നും വാടക കെട്ടിടത്തില്ല. ഒരേ ഒരു മകന്. ആ മകന് 30 വയസ്സ് കഴിഞ്ഞു, വിവാഹാലോചന വരുന്നു, സുവിശേഷ വേലയില്ല. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ. വളരെ സങ്കടത്തോടെ പറയുവാനിടയായി. എനിക്ക് കേട്ടപ്പോൾ വളരെ ഹൃദയം ഞെരുക്കം തോന്നി. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, അമ്മാവന് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. ആലോചന എല്ലാം മുറുകുമ്പം അവരന്വേഷിക്കും എവിടെയാ താമസിക്കുന്നത്. അപ്പൊ വാടക വീടാണ്, സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ല, കയറി കിടക്കാൻ സ്വന്തമെന്ന് പറയാൻ ഒരു ചെറിയ കൂരയില്ല. അവസാന നിമിഷം വന്ന് ആലോചനകളെല്ലാം മാറിപ്പോകുന്നു. ഒരു ചെറിയ കൂര എനിക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞത് എനിക്ക് വളരെ വിഷമം തോന്നി കേട്ടോ. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. അപ്പോ നമ്മളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം കർത്താവിന് മുമ്പിൽ വെക്കുമ്പോൾ എന്തായിരിക്കണം എന്നാ പറഞ്ഞേ? കർത്താവെ അവിടുത്തെ ഹിതത്തിനായി സമർപ്പിക്കുന്നു. അതാണ് ആ ആമുഖത്തിൽ പറഞ്ഞ 3 കാര്യവും. ആ 3 കാര്യങ്ങളെ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം. ദൈവഹിതത്തിന് സമർപ്പിച്ചേ പ്രാർത്ഥന തുടങ്ങാവൂ. കർത്താവ് പറയുന്നു, നമ്മൾ വായിച്ചു, നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. ഈ 3 പ്രയോഗങ്ങളും ഒറ്റ വാക്കിൽ. കർത്താവേ എൻ്റെ ഈ പ്രാർത്ഥന അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ. വീടിന് വേണ്ടിയാണെങ്കിൽ അവിടുത്തെ ഹിതപ്രകാരമുള്ള വീട്. ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതെങ്കിൽ കർത്താവേ അവിടുത്തെ ഹിതപ്രകാരമുള്ള ഒരു ജോലി. കർത്താവേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേലയിൽ ഉള്ള ഏത് സ്ഥലത്താണ് ആരംഭിക്കുക, കർത്താവേ അവിടുത്തെ ഹിതപ്രകാരത്തിനായി സമർപ്പിക്കുന്നു. നമ്മുടെ മകനുള്ള വിവാഹത്തിന് കർത്താവേ അവിടുത്തെ ഹിതത്തിനായി സമർപ്പിക്കുന്നു. അങ്ങനെയൊന്നും അല്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ ആദ്യം നമ്മുടെ ഹിതം, നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനം, നമ്മുടെ ബുദ്ധി, പണം, സമ്പത്ത്, സൗന്ദര്യം, ഇതിനൊക്കെ മുൻഗണന കൊടുത്ത് ചുമ്മാ ഒരു പ്രകസനം പോലെ ഇത് ദൈവഹിതമായിരുന്നു. പലപ്പോഴും പറയുന്നത് അങ്ങനെ ഒന്നും ആരംഭത്തിൽ പ്രാർത്ഥിക്കാത്ത പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവഹിത പ്രകാരം പല വിവാഹങ്ങളും തകർന്നു കഴിയുമ്പം ആളുകൾ ചോദിക്കാറുണ്ട് എന്നോട്, അപ്പൊ എങ്ങനെയാ ദൈവം യോജിപ്പിച്ചതിനെ എങ്ങനെയാ വേർപിരിക്കുന്നത്? ദൈവമാണ് യോജിപ്പിച്ചെങ്കിലല്ലേ. ആ സമയം ഒന്നും പ്രാർത്ഥിച്ചില്ല, അന്വേഷിച്ചില്ല, ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിച്ചില്ല, ദൈവഹിതത്തിനായി സമർപ്പിച്ചില്ല. ഒടുവിൽ ബന്ധം തകരുമ്പോ അതെങ്ങനെയാ ദൈവം യോജിപ്പിച്ച് പിരിയുന്നത്? അപ്പൊ എല്ലാ കാര്യവും സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ ഏത് കാര്യത്തിലും മുട്ടിപ്പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾ കാണുമല്ലോ. പ്രാർത്ഥനയ്ക്ക് മുമ്പ് കർത്താവേ അവിടുത്തെ ഹിതം, അവിടുത്തെ ഹിതം, അവിടുത്തെ ഹിതമാണെങ്കിൽ, അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ. ഓക്കെ, ഇനി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കുന്നതിൽ ഒന്നാമത്തെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന, അത് 11-ാം വാക്യത്തിൽ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 6:11 ഒന്നാമത്തെ പ്രാർത്ഥന. അതിങ്ങനെയാണ്: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഒന്നാമത്തെ പ്രാർത്ഥന. ആ ഒന്നാമത്തെ പ്രാർത്ഥനയില് 10 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുന്നതിൽ ഇന്ന് ആവശ്യമുള്ള, നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ്, ഇന്നിപ്പോ ഒരു കർത്തൃ ദിവസമാണ് നമുക്കറിയാം, നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് 5 മണിക്കോ 5:30-ക്കോ ഒക്കെ നമ്മൾ എഴുന്നേക്കുമല്ലോ. 6 മണി വരെ ഉള്ളിലുള്ള സമയത്ത് നമ്മൾ എഴുന്നേറ്റ്, പ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 6 മണിക്കൊക്കെ ആയിരിക്കും എഴുന്നേക്ക്. അപ്പൊ നമ്മൾ എഴുന്നേക്കുന്ന ആ നിമിഷം മുതൽ ഒരല്പ നിമിഷം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വെറും നിമിഷങ്ങൾ മാത്രം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ നിമിഷങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാൻ കിട്ടത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഒന്ന് തല കൊമ്പിട്ട് കർത്താവേ എന്ന് വിളിച്ച് 1-2 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കാനേ പ്രിയപ്പെട്ടവർക്ക് സമയം കിട്ടാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു 10 കാര്യം, ഇത് അക്കമിട്ട് ഞാൻ പറയുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മൾ ഈ ലിസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ അടുക്കളയിൽ പോയി പ്രാർത്ഥിക്കൊന്നും വേണ്ട. മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചാൽ മതി. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചതോ വലിയ കാര്യമാണ്. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അതുപോലെ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ ഞാൻ കാണുന്ന കൂടുതൽ നമ്മളെ സഹോദരിമാരാണ്. നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മതി. എങ്കിലും പഠിക്കാൻ വേണ്ടി എഴുതിയെടുക്കണം കേട്ടോ. പഠിക്കാൻ വേണ്ടി എഴുതിയെടുക്കുകയും ധ്യാനിക്കാൻ വേണ്ടി എഴുതിയെടുക്കുകയും ചെയ്യണം. 10 പ്രാർത്ഥനകൾ. ഏതില്? ഒന്നാമത്തെ റോമൻ നമ്പർ 1 ഇട്ടിട്ട് 10 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇന്ന് രാവിലെ കർത്താവേ അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന 10 കാര്യങ്ങൾ എന്നും പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് 11-ാം വാക്യത്തിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതിന്റെ 10 പിരിവുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഒന്നാമത്തെ കാര്യം, കർത്താവേ അവിടുന്ന് അടിയന് ഇന്നത്തെ ആഹാരം നൽകണമേ. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ചിരിക്കും. പണ്ട് നമ്മുടെ അപ്പച്ചന്മാര് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചു കാണും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആ കാലഘട്ടങ്ങളിലും ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്ര കഠിനമായ ജീവിത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെയും ജീവിതത്തിൽ. പക്ഷെ നമ്മുടെ മക്കൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു പ്രാർത്ഥനാ വിഷയമാണ് കർത്താവേ ഇന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന്. കാരണം കണ്ണു തുറന്ന് അവർ വരുമ്പോഴേ അവരുടെ മേശപ്പുറത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി തിന്നുമോനെ എന്നും പറഞ്ഞ് നമ്മൾ അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ ആഹാരം ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് താഴോട്ട് വീഴുന്നതെന്നാണ് നമ്മുടെ മക്കളുടെ ധാരണ. അതിന്റെ പിന്നിലുള്ള അധ്വാനം, അതിന് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചതിന് നമ്മൾ പോലും അധ്വാനിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ബോധ്യവും ഇല്ല. ഒരുപക്ഷെ കാലഘട്ടത്തിന്റെ ഒരു വൈരുദ്ധ്യമായിരിക്കണം അത്. അപ്പൊ ഇന്നത്തെ ആഹാരം അവിടെ ഞാൻ പരിശോധിച്ചു. ഇതിപ്പോ ഇന്നത്തെ ആഹാരത്തെ കുറിച്ച് മാത്രമായിരിക്കണോ ഈ കർത്താവ് ഇങ്ങനെ ഉദ്ദേശിച്ചത്? കർത്താവ് പഠിപ്പിക്കുക, പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് നൽകണമേ. ഒരാഹാരം നൽകുന്നതിനെ കുറിച്ചായിരിക്കണോ? ആഹാരത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചതിൽ ആഹാരത്തിന്റെ ലഭ്യത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അപൂർവം ചില കൊട്ടാരവാസികൾക്കും പ്രഭുക്കന്മാർക്കും മാത്രമേ നല്ല ആഹാരം ലഭിക്കാൻ മാർഗം ഉണ്ടായിരുന്നുള്ളൂ.
99% ജനങ്ങളും പട്ടിണിക്കാരോ അർദ്ധ ആയിരുന്നു ഈ തിരുവചനം എഴുതുന്ന കാലഘട്ടത്തില്. ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ പോലെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ നമ്മുടെ കേരളീയരെ പോലെ അല്ലെന്ന് പറയണം. ഇന്നും പട്ടിണി ജീവിക്കുന്ന ജനലക്ഷങ്ങൾ, ജനകോടികൾ ആഫ്രിക്കയിലും എന്തിനാ ഈ യുദ്ധം നടന്ന ഗസയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമുക്ക് സുഭിക്ഷമായി ലഭിക്കുന്നത് കൊണ്ട്. അപ്പൊ കർത്താവ് ഉദ്ദേശിച്ചത് ആഹാരം മാത്രമായിരിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് ലഭിക്കേണ്ട 10 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തില് സ്കൂൾ വിട്ടു വരുമ്പോ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന, അതിങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കൊന്നുമല്ല, അറിയാവുന്ന പോലെ പറയുമായിരുന്നു. കർത്താവേ, ഇന്ന് കയ്പില്ലാത്ത, അന്ന് കപ്പയാണല്ലോ അന്നത്തെ പ്രധാന ആഹാരം. ഒരു നേരമൊക്കെ ആയിരിക്കും വൈകുന്നേരം കഞ്ഞിയൊക്കെ കിട്ടുന്നത്. കർത്താവേ, ഇന്ന് വൈകിട്ട് സ്കൂളിൽ വിട്ട് ചെല്ലുമ്പോൾ കയ്പില്ലാത്ത കപ്പ അമ്മ ഉണ്ടാക്കി വെക്കണമേ, ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. അന്നത്തെ കപ്പയ്ക്ക് കയ്പുള്ളത് കൊണ്ട്, കയ്പില്ലാത്തത് കൊണ്ട്. കയ്പില്ലാത്ത കപ്പയായിരിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചത്, ഹൈസ്കൂളിൽ പഠിച്ചത് 16 കിലോമീറ്റർ നടന്ന, നിലമ്പൂർ മലനിരകളുടെ ചോട്ടിലാണ് എൻ്റെ വീട്. അവിടെ നിന്ന് നിലമ്പൂർ ടൗൺ വരെ നടന്ന് 8 കിലോമീറ്റർ നടക്കണം. തിരിച്ചു 16 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പഠിച്ചത്. ക്ഷീണിച്ച അവസരമായി ഞങ്ങളൊരു സെറ്റ് കാണും. ആ പഠിച്ചവരില് മഹാഭൂരിപക്ഷവും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ പഠിത്തം നിർത്തി. അതികഠിനമായ ജീവിത സാഹചര്യങ്ങളും ദാരിദ്ര്യവും കാരണം. കൃപയാൽ എനിക്ക് 10 വരെ പഠിച്ച് ജയിക്കാൻ പറ്റി. 10ഓടുകൂടി പഠിത്തം നിർത്തി. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ പറയാം. പിന്നെ എന്നെ മിഷണറിമാരാണ് പഠിപ്പിച്ചത്. 10ഓടുകൂടി പഠിത്തം നിർത്തിയില്ല, ഞാൻ നിർത്തി. പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാർ കൊണ്ടുപോയാണ് എന്നെ പിന്നീടുള്ള എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. അപ്പൊ ഈ 8 കിലോ വൈകിട്ടത്തെ 16 കിലോമീറ്റർ നടത്തവും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കയ്പില്ലാത്ത കപ്പ വേണം എന്നുള്ള പ്രാർത്ഥന. പക്ഷേ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ദൈവം എൻ്റെ ആ പ്രാർത്ഥന കേട്ടില്ല. മിക്കവാറും 99% ദിവസങ്ങളിലും കയ്പുള്ള കപ്പ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം. അന്നത്തെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. എന്താ കേൾക്കാഞ്ഞത്? അത് ഞാനൊരു സുവിശേഷകനായി മാറാൻ വേണ്ടി ദൈവം അന്നത് ക്രമീകരിച്ചതാ. അന്ന് എനിക്ക് മൃഷ്ടാന്നമായ സുഭിക്ഷമായ ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ ഈ ഭക്ഷണം തരുന്ന ഉടയവനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നില്ല. അവനെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഞാൻ നടത്തുമായിരുന്നില്ല. അങ്ങനെ സുഭിക്ഷതയിൽ ജീവിക്കുന്ന ജനങ്ങൾ കർത്താവിനെ കണ്ടെത്തുവാനുള്ള വഴികൾ ഇന്ന് അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കഠിനമായ ദാരിദ്ര്യവും ഇല്ലായ്മയും രോഗങ്ങളുമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ എനിക്ക് നിമിത്തമായത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ, അന്ന് ആവശ്യമായ ആഹാരം എനിക്ക് തരണമേ. അവിടെ ഞാൻ ഇംഗ്ലീഷ് നോക്കി, എന്തായിരിക്കും ഇങ്ങനെ ഈ ആഹാരത്തെക്കുറിച്ച് മാത്രമാണോ പറയുന്നേ? അപ്പൊ ആ പ്രയോഗത്തിന്റെ ഇംഗ്ലീഷ് നോക്കിയപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മനസ്സിലാകുന്നത്. അന്നത്തെ ആഹാരം എനിക്ക് തരണമേ എന്ന് പറഞ്ഞതിൽ ഇംഗ്ലീഷിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാ: കർത്താവേ, അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഫുഡ്, പ്ലീസ് ഗിവ് മീ ആസ് യുവർ പ്രിസ്ക്രിപ്ഷൻ. കർത്താവെ, അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഭക്ഷണം എനിക്ക് നൽകണമേ, അക്കോർഡിംഗ് ടു യുവർ പ്രിസ്ക്രിപ്ഷൻ. ഓ, എന്ത് ആഴമേറിയ കാര്യമാണ് അവിടെ കിടക്കുന്നത്. ഇന്ന് നമുക്ക് ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. പക്ഷേ കർത്താവ് കുറിച്ചു തരുന്ന ആ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയണമേ, അവിടുന്ന് നിർദ്ദേശിച്ച ഭക്ഷണം എനിക്ക് നൽകണമേ എന്ന അതിന്റെ അർത്ഥം. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടായിട്ടും നല്ല ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് വായിക്ക് രുചിയുള്ള മധുരം കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് മിക്കവാറും എല്ലാവർക്കും ഷുഗറും പ്രഷറും ഒക്കെ ആയി കഴിഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയം എന്താ? കർത്താവേ, അവിടുത്തെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള ഭക്ഷണം ഉണ്ടോ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഇന്ന് നമ്മൾ കഴിക്കുന്നത്. തിരുവചനം പറയുന്നു, അവിടുത്തെ പ്രിസ്ക്രൈബ്ഡ് ഭക്ഷണം കർത്താവേ എനിക്ക് നൽകണമേ. അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ആഹാരം മാത്രമല്ല കേട്ടോ, അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അവിടുത്തെ ഹിതപ്രകാരമുള്ള ആഹാരം, അവിടുത്തെ ഹിതപ്രകാരമുള്ള വസ്ത്രം. വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ സാധാരണ അതിനെക്കുറിച്ചൊന്നും പ്രസംഗിക്കാറില്ല. കാരണം നമ്മളെല്ലാം സുബോധമുള്ള ജനതയാ, മാന്യമായ വസ്ത്രം ധരിക്കുന്നവരാ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം
അല്പമായിട്ടൊക്കെ പ്രയാസമുള്ള വസ്ത്രം ധരിക്കാറുണ്ടായിരിക്കും. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയേണ്ടത്. ഒരു കാരണവശാലും അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ അവരുടെ ജീവിത രീതിയെക്കുറിച്ചോ പൊതുവേദികളിൽ പ്രസംഗിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം രഹസ്യമായി ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, യുവാക്കൾ അകന്നു പോകും, സ്നേഹപൂർവ്വം മാത്രമേ അവരെ മാറ്റാൻ പറ്റുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോ അതെല്ലാം ഞാൻ എൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലൊക്കെ. ഓക്കെ. അപ്പോ അവിടുത്തെ ഇഷ്ടപ്രകാരം, അവിടുത്തെ ഹിതപ്രകാരമുള്ള ആഹാരം, അവിടുത്തെ ഹിതപ്രകാരമുള്ള വസ്ത്രം, അവിടുത്തെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന, പാർപ്പിടം, അവിടുത്തെ ഹിതപ്രകാരമുള്ള പാർപ്പിടം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, മനുഷ്യന് 3 അടിസ്ഥാന ആവശ്യങ്ങൾ. അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോഴും ആദ്യം കർത്താവേ അവിടുത്തെ ഹിതപ്രകാരമുള്ള ഒരു ഭവനം, അവിടുത്തെ ഹിതപ്രകാരമുള്ള ഭവനം. നമ്മുടെ പ്രധാന വിഷയം നമ്മുടെ ഭവന നിർമ്മാണമാണല്ലോ. കർത്താവിന്റെ ഹിതപ്രകാരം ഒരുപാട് അറ്റാച്ച്ഡ് റൂംസ് അല്ല, കർത്താവെ അവിടുത്തെ ഹിതപ്രകാരമുള്ള. പണ്ടൊക്കെ നമ്മൾ വീട് വെക്കുമ്പോൾ പ്രധാനമായും നമുക്ക് പ്രാർത്ഥന നടത്താൻ സൗകര്യത്തിന് മനോഹരം റൂമൊക്കെ, റൂം സൗകര്യം അല്പം കുറച്ചാൽ പോലും. കാരണം മിക്ക വീടുകളിലും അപ്പനും അമ്മയും അല്ലെങ്കിൽ ഒരാളോ മക്കളൊക്കെ കാണത്തുള്ളൂ. ഒരുപാട് മുറികളും സൗകര്യങ്ങളും ഒക്കെ പണിയുന്നതിനേക്കാൾ ഉപരിയായി നല്ലൊരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കുള്ള സൗകര്യം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഹിതപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരവും ദൈവത്തിന്റെ ഹിതപ്രകാരവും ആയിരിക്കട്ടെ ഭവനം. ഒന്നാമത്തെ പ്രാർത്ഥന, കർത്താവേ അവിടുത്തെ ഹിതപ്രകാരമുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുക. അതിരാവിലെ എഴുന്നേറ്റിട്ട് കർത്താവിനെ കർത്താവേ അവിടുത്തെ ഹിതപ്രകാരമുള്ള ഭക്ഷണം, സൗകര്യമാരുടെ അടുക്കളയിൽ കയറുമ്പോൾ അവിടുത്തെ ഇഷ്ടപ്രകാരമുള്ള, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന കുഞ്ഞിന്റെ ഹിതപ്രകാരം, ഭാര്യയ്ക്ക് ഇഷ്ടപ്രകാരം, ഭർത്താവിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം, അതൊന്നും ഉണ്ടാക്കുന്ന ഒരു തെറ്റുമില്ല. അത് ദൈവഹിതപ്രകാരവും ആയിരിക്കട്ടെ, ദൈവഹിതപ്രകാരവും ആയിരിക്കട്ടെ. ഒന്നാമത്തെ പ്രാർത്ഥന അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് വരാം. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ പിരിവായി പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ 10 പിരിവുകളുണ്ട്. അതിലൊന്നാണ് അവിടുത്തെ ഹിതപ്രകാരമുള്ള ആഹാരവും വസ്ത്രവും പാർപ്പിടവും. രണ്ടാമത്തെ പിരിവ്, കുറച്ച് ദിവസങ്ങളായി ഈ ഒരു തൊണ്ടയ്ക്ക് ഒരു പിടുത്തമുണ്ട്, അടിയനെയും പ്രാർത്ഥനയിൽ ഓർമ്മിക്കണമേ. അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന, ഇന്ന് എനിക്ക് ആവശ്യമായ മനസ്സമാധാനം നൽകണമേ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ 5 മിനിറ്റ് പ്രാർത്ഥിക്കുമല്ലോ, അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ്, എത്രയാ നിങ്ങളുടെ സമയമെങ്കിൽ. ചില ദിവസങ്ങളിൽ 1 മിനിറ്റ് പോലും കിട്ടാതെ ആയിരിക്കും. പെട്ടെന്ന് അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ കയറേണ്ട സമയമായി, അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട സമയമായി. ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒന്നും കിട്ടത്തില്ല. എങ്കിലും നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്ന സമയത്തെങ്കിലും ഹൃദയത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളായി പറഞ്ഞത് കേട്ടോ. മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, ബെഡിലിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്ത ചില സന്ദർഭങ്ങളെങ്കിലും വരും ജീവിതത്തിൽ. അതൊക്കെ നോർമലായിട്ട് അല്പം മനഃശാസ്ത്രം പഠിച്ച് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. പലപ്പോഴും എനിക്കും അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ടല്ല, നമ്മൾ അത്രയധികം മെനക്കെട്ടാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മളൊരു ദീർഘയാത്ര പോകുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാറില്ല നമ്മൾ. എങ്കിലും ഞാൻ ചെയ്യുന്നൊരു കാര്യം, വണ്ടിയെ കയറിയ വണ്ടി വേറെ ആരെങ്കിലും ഓടിക്കുന്നെങ്കിൽ ആ സമയത്ത് 2-3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന എൻ്റെ ഭക്ഷണത്തെ കാര്യങ്ങൾ, എൻ്റെ ആഹാരം, ഇന്നത്തെ എൻ്റെ ആഹാരം, പാർപ്പിടം. രണ്ടാമത്തെ, കർത്താവേ ഇന്ന് എനിക്ക് ആവശ്യമായ മനസ്സമാധാനം നൽകണമേ. വ്യക്തിപരമായ, വളരെ വ്യക്തിപരമായ പ്രാർത്ഥന. ഇന്ന് എനിക്ക് ആവശ്യമായ മനസ്സമാധാനം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി എന്താ? ഏറ്റവും അത്യാവശ്യം ആഹാരത്തെക്കാൾ അത്യാവശ്യമെന്ന് ഞാൻ പറയും. ഇന്നത്തെ കാലത്ത് ആഹാരത്തിന് വളരെ വലിയ പ്രാധാന്യമില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ലഭ്യമാണ്. ഏറ്റവും അത്യാവശ്യം 5 സായാണെന്ന് വേണമെങ്കിൽ പറയാം. 5 സാ. ആദ്യമൊക്കെ ഞാൻ 3 സാ പഠിപ്പിക്കുമായിരുന്നു. അത് വേദോത്സവത്തിൽ എപ്പോഴും പ്രയോഗിക്കുന്നതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. 3 സാ. ഏതൊക്കെയാന്ന് എഴുതിക്ക്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ മലയാളം എഴുതാൻ അറിയാവുന്നവർ. സ്നേഹം, സന്തോഷം, സമാധാനം. ഇത് 3മാണ് ക്രിസ്ത്യാനിറ്റിയുടെ നട്ടെല്ല്. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം. അതിൻ്റെ കൂടെ 2 സാ കൂടെ എഴുതിക്കും. 5 എണ്ണം ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ. അടുത്ത കാലം വരെ 3 കാര്യങ്ങളായിരുന്നു, 3 സായ. അടുത്ത കാലത്ത് 2 എണ്ണം കൂടെ കൂട്ടി
ചേർക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പ്രകാരം 3 സാ കൂടെ അല്ല 2 സാ കൂടെ ചേർത്തിട്ടുണ്ട്. 5 സായി. 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം, 4 സംതൃപ്തി. സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയും. അതില്ലാത്ത ജീവിതം വളരെ ദുർഘടമാണ്. 4 സംതൃപ്തി. 5 സുരക്ഷിതത്വം. ഒരു സുരക്ഷിതത്വ ബോധം. അത് കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും വിശ്വാസമാണെങ്കിലും ഈ 5 സാ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇന്ന് എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകണമേ. നമ്മൾ ജോലിക്ക് വേണ്ടി പോവുക. വ്യക്തിപരമായ സമാധാനം ഇല്ലാത്ത ജോലിയാണെങ്കിൽ എന്താ കായ്പ്? ഉദാഹരണത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പ്രത്യേകിച്ച് ഒരു സ്റ്റേഷന്റെ ഒക്കെ ചുമതലയുള്ള ഒരു സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ മുകളിൽ ഉദ്യോഗസ്ഥ എത്രമാത്രം ടെൻഷനിലൂടെയാണെന്നറിയാം. രാഷ്ട്രീയക്കാരൊരു വസ്തു വന്ന് കിറിക്ക് കുത്തും. രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടാൽ നാട്ടുകാരിളകും. നാട്ടുകാർ പറയുന്നത് കേട്ടാൽ നിയമം അനുവദിക്കത്തില്ല. കടുത്ത സമ്മർദ്ദം. എല്ലാ ജോലിയിലും കടുത്ത സമ്മർദ്ദമാണ്. അപ്പോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സമാ. ഇനി വീട്ടമ്മ പാത്രം കഴുകുന്ന ജോലിയാണെന്ന് നമ്മൾ തമാശക്ക് പറയാറുണ്ടല്ലോ. അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലി. അപ്പോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സമാധാനം തരണമേ. രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഇന്ന് എനിക്ക് ആവശ്യമായ മനസ്സമാധാനം. സദൃശവാക്യം 12:25 വായിച്ച് നമ്മുടെ കൗൺസിലിംഗ് സെമിനാറിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണിത്. നമ്മുടെ കൗൺസിലിംഗ് കോഴ്സിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. 12:25 വായിച്ച് സദൃശവാക്യം. ഒരാൾ വായിക്കാൻ, ചില വാക്യങ്ങൾ വായിക്കാൻ റെഡിയായി. ഒന്ന് എഴുതിയിട്ട് പിന്നെ വായിക്കും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. അതറിയണമെങ്കിൽ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന കൗൺസിലിംഗ് കോഴ്സിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. താല്പര്യമുള്ളവർക്ക് ചേരാൻ കേട്ടോ. ആ ഫോം നിങ്ങൾ അയച്ചു തരണമേ. 25-ാം തീയതി നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു. അപ്പോ മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. മനസ്സിലുണ്ടാകുന്ന സമാധാനമില്ലായ്മ മൂലം മനസ്സ് ഇടിയുന്നു. എന്താ ഡിപ്രഷൻ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത് അതിന്റെ എക്സാമ്പിളാണ്. മനസ്സ് ഇടിയുന്നു. ഇടിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിലയിൽ നിന്ന് താഴേക്ക് പോവുക. ആ ഇടിച്ചിലാണ് ഡിപ്രഷൻ. ഡിപ്രഷനെ കുറിച്ച് നമ്മുടെ ധാരണ, ഒരു നിരാശ വരുമ്പം ഞാൻ ഡിപ്രഷൻ അടിച്ചു എന്നൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ പറയുന്നുണ്ട്. പരീക്ഷയെ തോറ്റു ഡിപ്രഷൻ അടിച്ചു, ജോലി മാറി ഡിപ്രഷൻ അടിച്ചു. അതല്ല ഡിപ്രഷൻ. അതിനെക്കുറിച്ചൊക്കെ വിശദമായി കൗൺസിലിംഗ് ക്ലാസ്സിൽ പഠിക്കാം നമുക്ക്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്, അല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിരാശാബോധമല്ല ഡിപ്രഷൻ. ആളുകൾക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. പോട്ടെ. അപ്പം മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. പിന്നത്തെ പ്രയോഗമാണ് കൗൺസിലിംഗ്. എന്താ? ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഏതിനെ? നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ഒരു നല്ല വാക്ക്, അതിന് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ? നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ആരെയെങ്കിലും നന്നാക്കാൻ പറ്റുമോ? ഞാനും അങ്ങനെ ഈ ക്രിസ്ത്യൻ കൗൺസിലിംഗ് പഠിച്ചു തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ ഒരു മനുഷ്യന് വേറൊരാളെ നന്നാക്കാൻ പറ്റും? ഒരാൾ പറഞ്ഞ എത്ര ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആരെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റത്തില്ല, ആരെയും നന്നാക്കാൻ പറ്റത്തില്ല, അവരൊക്കെ അങ്ങനെയാ, ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ തിരുവചനം സത്യമാകത്തില്ലല്ലോ. കർത്താവ് വന്ന് ടച്ച് ചെയ്ത് എത്രയോ ആളുകളെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത് മാറ്റി, ശിഷ്യന്മാരും മാറ്റിയെടുത്തു. നമുക്കൊരൊറ്റ വാക്കുകൊണ്ടൊരു മനുഷ്യനെ മാറ്റിയെടുക്കാം. ഒരൊറ്റ വാക്കുകൊണ്ടൊരു മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യാം. ഒരൊറ്റ വാക്ക് മോശമായ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഒരൊറ്റ നീ മണ്ടനാടാ, നീ പഠിച്ചിട്ട് കാര്യമില്ലാതെ ഒരൊറ്റ വാക്കുകൊണ്ട് അവനെ സമ്പൂർണമായി നശിപ്പിക്കാം. നീ എൻ്റെ മകനാ, നീ പഠിച്ചോ, നിനക്ക് നല്ല മാർക്ക് കിട്ടും. ഒരൊറ്റ വാക്കുകൊണ്ട് അവനെ പഠിപ്പിക്കാം. അതിനാ പറയുന്നത് ഒരു വാക്കുകൊണ്ട് മനസ്സിടിയുന്ന ഒരുത്തനെ ഒരൊറ്റ വാക്കുകൊണ്ട് കൈപിടിച്ചുയർത്താൻ പറ്റും. അപ്പൊ ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക.
ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. അതിനുവേണ്ടി ചില ടെക്നിക്കുകളും കാര്യങ്ങളും നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ഏർക്കും ആ കോഴ്സിൽ 1 ഇയർ കോഴ്സിൽ ചേരാം. ഈ 25ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഫോം ഫില്ല് ചെയ്ത് കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ അയച്ചു തരുമല്ലോ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവേ, ഇന്ന് എനിക്ക് ആവശ്യമായ മനസമാധാനം നൽകണമേ. ഇന്ന് എനിക്ക് ആവശ്യം, നമുക്ക് ആവശ്യമല്ലേ ഇന്ന് രാവിലെ, വേറെ ഒന്നും കിട്ടിയില്ല, നല്ല സുഭിക്ഷമായ ആഹാരമോ പാർപ്പിടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഇന്നത്തെ മനസമാധാനം ഉണ്ടെങ്കിൽ ഓക്കെ ആയി. ഇനി മനസമാധാനം ഇല്ലെങ്കിലുള്ള ചില കാര്യങ്ങൾ പറയാം, കേട്ടോണം. ചിലത് നിങ്ങൾ വിശ്വസിക്കത്തില്ല, ചിലത് നിങ്ങൾ എവിടുന്നെങ്കിലൊക്കെ കേട്ട് കാണും. മനസമാധാനം അഥവാ പോയാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പൊതുവിൽ പറയുമല്ലോ, മൈഗ്രെയിൻ്റെ ഒരു കാരണം മനസമാധാനമില്ലായ്മയാണ്. പല കാരണം ഉണ്ടാവും. ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവും. നമ്മളത് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ കണ്ണിന്റെ പ്രയാസങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. ഡോക്ടർ എല്ലാ പരിശോധനയും നടത്തിയിട്ട് ഒന്നും കാണുന്നില്ല, കുഴപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ടെൻഷൻ, നാടൻ ഭാഷയിൽ നമ്മൾ ടെൻഷൻ എന്ന് പറയും. മനഃശാസ്ത്ര ഭാഷയിൽ ആങ്സൈറ്റി എന്നോ ടെൻഷൻ എന്നോ പിരിമുറുക്കം എന്നൊക്കെ പറയും. സ്ട്രെസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ട് കാണും. സ്ട്രെസ്, STRESS. മനസ്സിന് സ്ട്രെസ് ഉണ്ടായോ ഒത്തിരി രോഗങ്ങൾ നമുക്കുണ്ടാവും. മനസ്സിന് പിരിമുറുക്കം ഉണ്ടായോ ശരീരത്തെ ബാധിക്കുന്ന ഒത്തിരി രോഗങ്ങൾ ഉണ്ടാവും. അതിന് പറയുന്ന പേര് മനോജന്യ രോഗങ്ങൾ എന്നാ. മാനസിക രോഗങ്ങളല്ല, മനോജന്യ രോഗങ്ങൾ. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ. സൈക്കോസൊമാറ്റിക്, PSYCHO, സൈക്കോ സൊമാറ്റിക്, SOMATIC, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, മനോജന്യ രോഗങ്ങൾ. ലളിതമായി പറഞ്ഞാൽ മനസ്സിന്റെ പിരിമുറുക്കം മൂലം ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ, പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയം. പ്രാർത്ഥന കൊണ്ട് മാറുന്നതാണ് ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങളിൽ 99% പ്രാർത്ഥിച്ച് മാറാവുന്ന. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. മനസ്സിന്റെ സ്ട്രെസ് പ്രാർത്ഥന കൊണ്ടാണ് പ്രധാനപ്പെട്ടത് മാറുന്നത്. സ്ട്രെസ്സിൽ നമ്മൾ പെട്ടുപോയി നമ്മൾ ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിങ്ങും മെഡിക്കേഷനും ആവശ്യം വരും. ഡിപ്രഷനിലേക്ക് നമ്മൾ വീണുപോയി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളാണ്. പോരാ, അവിടെ കൗൺസിലിങ്ങും ആവശ്യം വരും, ചിലപ്പോൾ ചികിത്സ ആവശ്യം വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഡിപ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമെന്നായി പറഞ്ഞത്. അങ്ങനെ പോകാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കരുതെന്നാ പറഞ്ഞ്. സ്ട്രെസ്സിലേക്ക് വീണ് പോകരുത്, സ്ട്രെസ്സിന് അടിമയായി പോകരുത്. അതിനാണ് പ്രാർത്ഥന. ഓക്കെ, അപ്പോ അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ നമുക്ക് മൈഗ്രെയിൻ വരും, വിട്ടുമാറാത്ത തലവേദന വരും, കുടലിൽ അൾസർ വരും, കുടലിൽ വ്രണം വരും. മനസ്സിന് സമ്മർദ്ദം കൂടിയാൽ കുടലിൽ വ്രണം വരും, അൾസർ പിടിക്കുമെന്ന്. അതെങ്ങനെയാ? ഓരോ പ്രാവശ്യവും നമ്മൾ സ്ട്രെസ് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ നമ്മുടെ കുടലിനെ നശിപ്പിക്കുന്നു, അൾസർ ഉണ്ടാകുമെന്ന്. ഹൃദ്രോഗം ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം വിട്ടുമാറാത്ത ടെൻഷനാണ്, സ്ഥിരമായി നിലനിൽക്കുന്ന ടെൻഷനാണ്, സ്ഥിരമായി നിലനിൽക്കുന്ന സ്ട്രെസ്സാണ്. ചില ആളുകൾ മരിക്കുമ്പോൾ, അറ്റാക്കിൽ മരിക്കുമ്പോൾ വളരെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ആളുകൾ അറ്റാക്കിൽ മരിക്കുമ്പോൾ അയ്യോ ആ മനുഷ്യനോ ആ സഹോദരി, നമ്മൾ പറയാറില്ലേ, എന്താ ഇത്രയ്ക്ക് മെലിഞ്ഞിരിക്കുന്നവർക്ക് അറ്റാക്ക് ഉണ്ടാവുക? നമ്മുടെ ധാരണയാണ് വളരെ വണ്ണമുള്ള ആളുകൾക്ക് മാത്രം അറ്റാക്ക് ഉണ്ടാകുന്ന നമ്മൾ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കും. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, അതൊന്നും വലിയ കാര്യമില്ല. ഒരു കാരണം സ്ട്രെസ്സാണ്, ഹൃദ്രോഗം. ഇനി അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറഞ്ഞ വേറൊരു കാര്യം കേട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി. ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകും അത്രേ.
അമിതമായ മാനസിക സമ്മർദ്ദത്തിലൂടെ നമ്മൾ നിരന്തരം കടന്നുപോയാൽ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുമെന്ന്. അതെങ്ങനെയാ ഉണ്ടാകുന്നൊന്നും പറയാൻ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ അറിവില്ല. പക്ഷെ ഉണ്ടാകൂ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അലർജിയോ അതുപോലുള്ള പ്രധാനപ്പെട്ട കാരണമോ ഇല്ലാതെ നമ്മളിങ്ങനെ സ്ഥിരം മാന്തിയും ചൊറിഞ്ഞും ഇരിക്കുന്നെങ്കിൽ കർത്താവിന് സന്നിധാനത്തിൽ നമ്മുടെ ഭാരം ഇറക്കി വെക്കാഞ്ഞിട്ടാണ്, പൂർണ്ണമായി ഇറക്കി വെക്കാത്തതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണം അതാ. അൾസർ, ഹൃദ്രോഗം, ത്വക്ക് രോഗം, തലവേദന, പേശിവേദനയെ, നടുവേദന. പലപ്പോഴും നമ്മുടെ സഹോദരിമാർക്ക് ഒരു എക്സ്റേ എടുത്തിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത നടുവേദന ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്ന് സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്ന് ആലോചിച്ച് നോക്കി, ഒരു ശരീര കാരണവും കാണുന്നില്ല. നമ്മൾ നമ്മുടെ ഡിസ്കിനെയും പ്ലേറ്റിനെയും ഒക്കെ മിക്കവാറും കുറ്റം പറയും. വലിയ സ്വകാര്യ വൻകിട ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ ഹാർട്ടിന്റെ ECG എടുത്ത് നോക്കിയാൽ ഡോക്ടർമാർ പറയുന്നൊരു സ്ഥിരം ബലം, ഒരു ചെറിയ വേരിയേഷൻ കാണുന്നുണ്ട്. കാരണം എന്താ? അവിടെ അണ്ടർ ട്രീറ്റ്മെന്റിന് പോകണം. നമ്മൾ ഡിസ്കിന്റെ ഒരു എക്സ്റേ എടുത്തേ, ഡോക്ടർ പറയും ചെറിയൊരു വ്യത്യ കാണുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒരു കാരണം മെഡിസിൻ തുറന്ന് കഴിക്കണ്ടേ. എത്ര കഴിച്ചിട്ട് നമുക്ക് മാറുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ. നടുവേദന എന്ന് പറയുന്നത്, പേശിവേദന എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണത്ര, ഈ ടെൻഷൻ. അതുകൊണ്ട് എന്നും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാന പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണം? കർത്താവേ, ഇന്ന് എനിക്ക് ആവശ്യമായ മനസമാധാനം നൽകണമേ. ഇപ്പൊ രാത്രി കിടക്കുമ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? അതിനാണ് സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത്. രാവിലെ പ്രാർത്ഥന, വൈകിട്ട് സ്തോത്ര പ്രാർത്ഥന, സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥനയിൽ? കർത്താവേ, ഇന്ന് എനിക്ക് ആവശ്യമായ മനസമാധാനം തന്നതിനായി സ്തോത്രം. ഒന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ഇന്ന് എനിക്ക് ആവശ്യമായ ആഹാരം, വസ്ത്രം, പാർപ്പിടം തരയണമേ. അതാണല്ലോ. വൈകിട്ട് കിടക്കാതെ അപ്പൊ എന്തായിരിക്കണം സ്തോത്ര പ്രാർത്ഥന? കർത്താവേ, ഇന്ന് എനിക്ക് ആവശ്യമായ ആഹാരം തന്നു, ഇന്ന് എനിക്ക് ആവശ്യമായ വസ്ത്രം തന്നതിനായി സ്തോത്രം, ഇന്ന് എനിക്ക് ആവശ്യമായ പാർപ്പിടം തന്നതിനായി സ്തോത്രം. അത് പറഞ്ഞ് കിടക്കുമ്പോ പ്രാർത്ഥന പൂർത്തിയായി. പിറ്റേന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ ഈ 10 പ്രാർത്ഥനകളും തുടർന്ന് പറയുന്നു. 10 എണ്ണം തെറ്റിയോ ക്രമം തെറ്റിയോ പറയുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. ഹൃദയത്തിൽ ഓർമ്മ വരുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവേ, ഇന്ന് എനിക്ക് ആവശ്യമായ മനസ്സമാധാനം നൽകണമേ. അത് രാവിലെ പ്രാർത്ഥിക്കുന്നതാണ്. ഒറ്റ വാക്കിലാ പ്രാർത്ഥന. സന്ധ്യയ്ക്ക് കിടക്കാതെ നേരത്ത്, കർത്താവേ, ഇന്ന് അവിടുന്ന് എനിക്ക് ആവശ്യമായ മനസ്സമാധാനം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് കിടന്നാ പിന്നെ അങ്ങ് ഉറക്കം വരും. തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താ? ഒന്ന്, നമ്മുടെ ശാരീരിക രോഗങ്ങൾ. 2, മനസ്സമാധാനമില്ലായ്മ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സമാധാനമില്ലായ്മ. മനസ്സ് സ്വസ്ഥമല്ല എങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കർത്താവ് എനിക്ക് സമാധാനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി നമ്മൾ കിടക്കാൻ കർത്താവ് സമാധാനം തന്നതിനായി സ്തോത്രം. അടിയനിതാ കിടക്കുന്നു. പെട്ടെന്ന് മിനിറ്റുക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിയും. അതേസമയം എനിക്കിന്ന് മനസ്സമാധാനം ഇല്ലായിരുന്നു, അവൾ ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പറ്റതാ മറിച്ചതാ, കടവാരം അതാ ഇതാ, ഉറങ്ങാൻ പറ്റത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അപ്പൊ ഈ മനസ്സമാധാനം തരുന്നതിന്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. 2 പ്രാർത്ഥന നമ്മൾ പഠിച്ചുള്ളൂ. മൂന്നാമത്തെ കൂടെ ചിന്തിക്കാൻ നമുക്ക്. മൂന്നാമത്തെ പ്രാർത്ഥന അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന്റെ പ്രാർത്ഥനയായത്, അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങളുടെ പ്രാർത്ഥനയായത്. 1, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. 2, ഇന്ന് എനിക്ക് ആവശ്യമുള്ള മനസ്സമാധാനം. 3, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള കുടുംബ സമാധാനം. രാവിലത്തെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഘടകമാണ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള കുടുംബ സമാധാനം. പ്രധാനപ്പെട്ടതല്ലേ? ആഹാരം മാത്രം കിട്ടിയാൽ മതിയോ? നല്ല 1-ാം ക്ലാസ് ഡ്രസ്സ് കിട്ടിയാൽ മതിയോ? കൊട്ടാര സദൃശമായി വീട്ടിൽ കിടക്കാൻ മതിയോ? പോരാ. രണ്ടാമത്തെ പ്രാർത്ഥന, എനിക്ക് മനസ്സമാധാനം നൽകണേ. ഓക്കെ, എനിക്ക് മനസ്സമാധാനം ഓക്കെ ആയി. മതിയോ? എൻ്റെ കുടുംബാംഗങ്ങൾക്കും കൂടെ ഈ സമാധാനം വേണം, ജീവിത പങ്കാളിക്ക് വേണം, മക്കൾക്ക് വേണം. അപ്പൊ നമ്മൾ ഇന്ന് എൻ്റെ കുടുംബത്തിന് ആവശ്യമായ സമാധാനം നൽകണമേ. എത്രാമത്തെ പ്രാർത്ഥനയാ? മൂന്നാമത്തെ പ്രാർത്ഥന, കുടുംബ സമാധാനം. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും.
അപ്പോ കുടുംബ സമാധാനം, കുടുംബം എന്ന വിഷയം വിശദമായി പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കാം. നമ്മുടെ കൗൺസിലിംഗ് കോഴ്സിലെ ഒരു പ്രധാന വിഷയം കുടുംബമാണ്. ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് അല്ലെങ്കിൽ ഇമ്പം ഉണ്ടാക്കുന്നത്, അതാണ് കുടുംബം. ഞാൻ കുടുംബജീവിതത്തിന്റെ ഞാൻ പഠിപ്പിക്കുന്ന 2 മണിക്കൂറാണ് കുടുംബജീവിതത്തെ കുറിച്ച് സാധാരണ ക്ലാസ് എടുക്കുന്നത്. ഒരു ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ ഒരു 4 മണിക്കൂർ ക്ലാസ്. അപ്പോ ആ ഫാമിലി എന്നുള്ള കുടുംബം ചർച്ചകളിലൊക്കെ പോയി എടുക്കുന്ന അങ്ങനെയാണ്. അത് ഒരു 5 മിനിറ്റ് കൊണ്ട് അതിന്റെ സൂചന മാത്രം ഒന്ന് പറഞ്ഞു വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. സോറി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായൊരു കുടുംബം, അത് മനോഹരമാക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എവിടെ തുടങ്ങുന്നു അത് മനോഹരമാക്കാൻ? അതിരാവിലെ എഴുന്നേറ്റ് കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കുടുംബ സമാധാനം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നു. അതിൽ ആർക്കാണ് പ്രധാന പങ്ക്? ഭാര്യയ്ക്കാണോ, ഭർത്താവിനാണോ, മക്കൾക്കാണോ ഒരു കുടുംബത്തിലെ പ്രധാന പങ്ക്? പലരും പല ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും പോലെ ഹൃദയത്തിൽ പലരുമാണ്. ചിലർക്ക് പറയാൻ മടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും പറയുന്ന എല്ലാം ശരിയാണ്. ഞാൻ എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഒരു സ്കൂളിൽ പ്രിൻസിപ്പാളുണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം? പ്രിൻസിപ്പാളാണോ, അധ്യാപകരാണോ, വിദ്യാർത്ഥികളാണോ? എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. തുല്യ പ്രാധാന്യം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. തുല്യ പ്രാധാന്യം. അതുപോലെയാ കുടുംബം. കുടുംബത്തില് ഭാര്യ, ഭർത്താവ്, മക്കള്, 3 കൂട്ടർക്കും തുല്യ പ്രാധാന്യം. ഓക്കെ, തുല്യ പ്രാധാന്യമാണെന്ന് കരുതി സ്കൂളിൽ 3 കൂട്ടർക്കും, ആർക്ക്? ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാള്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, 3 കൂട്ടർക്കും പ്രാധാന്യം ഉണ്ടെന്ന് കരുതി അവനവന്റെ ഉത്തരവാദിത്വം ചെയ്യാതിരുന്നാലോ? നടത്തിക്കൊണ്ട് പോകാൻ ഒരാൾ വേണ്ടേ? അതാണ് പ്രിൻസിപ്പാള്. അതുപോലെയാണ് കുടുംബനാഥൻ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. കുടുംബമാണ് ദൈവം തന്ന ലോകത്തിലെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. ഫാമിലി യൂണിറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് കുടുംബനാഥനാണ്. അപ്പോ ഇന്ന് സമാധാനം തന്നെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അത്. കുടുംബനാഥന് എത്ര യോഗ്യത കുറവുണ്ടെന്ന് കരുതിയാലും ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ചില സഹോദരിമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, അങ്ങേർക്കൊന്നും അറിയത്തില്ല സാറേ, അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി സഹോദരിമാരെ എനിക്കറിയാം. പക്ഷെ ആ പറച്ചിലാണ് ബുദ്ധിമുട്ട്. വീട്ടുകാര്യങ്ങൾ നടത്തുന്നതിൽ മുഖ്യ പങ്ക് സഹോദരിമാർക്ക് തന്നെ. പക്ഷെ പറയരുത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. ഇന്നലെയും കൂടെ ഞാനൊരു പ്രശ്നം പരിഹരിക്കാൻ പോയാല്, കാരണം ഭർത്താവിന്റെ പരാതി, ഇവള് സമൂഹ മധ്യത്തിൽ വെച്ച് എന്നെ അപമാനിക്കുന്നു. അപ്പോ ഭാര്യയെ ഞാൻ വിളിക്കുന്ന പേര്, വീട്ടമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് വീട്ടിലെ പ്രധാനമന്ത്രി എന്നാ. പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ ആണ് വീട്ടമ്മ ശരിക്കും. ഇന്ത്യ മഹാരാജ്യം, ലോകത്തിലെ ഏറ്റവും ഉദാഹരണം പറയാവുന്നത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. കാരണം ഇന്ത്യയെ പോലെ വൈവിധ്യമുള്ള ഒരു രാജ്യം ലോകത്തിലില്ല. ഇത്രയും ഭാഷ, ഇത്രയും സംസ്കാരം, ഇത്രയും ജനസമൂഹം വ്യത്യാസമുള്ളത്. അതിന് ഞാൻ കുടുംബത്തോട് ഉപമിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയുടെ തലവെന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്, രാഷ്ട്രപതി എന്നാ പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മുടെ ഭാഷയിൽ രാഷ്ട്രപതി എന്നാ പറയുക. പതി എന്ന് പറഞ്ഞ അർത്ഥം ഭർത്താവ് എന്നാണ്. പതി, ഭർത്താവ്. രാഷ്ട്രപതി ഇന്ത്യയുടെ ഭർത്താവ്, ഭരണത്തലവൻ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമ്മൾ കുറ്റപ്പെടുത്തുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ദാരിദ്ര്യം ഉണ്ടായാൽ, ഗ്യാസിന് വില കൂടിയാൽ, യുദ്ധം ഉണ്ടായാൽ, ക്ഷാമം ഉണ്ടായാൽ, എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്നത് പ്രസിഡന്റിനെയാണോ പ്രധാനമന്ത്രിയാണോ?
പ്രധാനമന്ത്രിയാ. ഒരു രാജ്യം മുന്നോട്ട് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നതിലെ മുഖ്യ പങ്കെന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കാ. അതുപോലെ വീടിനും, ഒരു വീട് ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ പ്രധാന പങ്ക് പ്രധാനമന്ത്രി. ആര്? വീട്ടമ്മ. വീട്ടിലെ പ്രധാനമന്ത്രി വീട്ടമ്മ. ദൈവത്തിന്റെ കൃപ വേണം, പ്രാർത്ഥിക്കണം അതിരാവിലെ, കർത്താവേ ഈ യന്ത്രം, ഈ സംഗതി, ഈ കുടുംബം ഒന്ന് മനോഹരമായി കൊണ്ടുപോകാനുള്ള കൃപ എനിക്ക് തരണമേ. അതിനാ എന്റെ സമാധാനത്തിന് അല്ല എന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. വീട്ടിലെ പ്രധാനമന്ത്രിയാ. ഇനി പ്രധാനമന്ത്രി മാത്രമാണോ വീട്ടമ്മ? അല്ല. ധനകാര്യമന്ത്രി ആരാ? വീട്ടിലെ ധനകാര്യമന്ത്രി ആരാ? ഫിനാൻസ് മിനിസ്റ്റർ ആരാ ശരിക്കും? വീട്ടമ്മയാ. ഫ്രിഡ്ജ് മേടിക്കണോ മേടിക്കണ്ടയോ, വാഷിംഗ് മെഷീൻ മേടിക്കണോ മേടിക്കണ്ടയോ, ഇന്നത് മേടിക്കണോ മേടിക്കണ്ടയോ, അതോ ഇന്ന കാര്യം ചെയ്യണമോ വേണ്ടയോ, അതെല്ലാം നിശ്ചയിക്കുന്നത് ഈ വീട്ടമ്മയാ. അത് നിശ്ചയിക്കുമ്പം മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അതൊക്കെ നിശ്ചയിക്കുന്ന വീട്ടമ്മയാ. സോ ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ ഹോം, നമ്മുടെ വീട്ടിന്റെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നതും വീട്ടമ്മയാ. പ്രധാനമന്ത്രിയും വീട്ടമ്മയാ. ഇനി ഹൂ ഈസ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? വീട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? ആദ്യം കുഞ്ഞിനെ കയ്യിൽ ഇങ്ങോട്ട് എടുത്തിട്ട് പപ്പ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആരാ? വീട്ടമ്മ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുന്ന ആരാ? വീട്ടമ്മ. അതുകൊണ്ട് വീട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയും വീട്ടമ്മ തന്നെ. ഞാൻ ചോദിക്കുന്നപ്പോ പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ കുടുംബ സമാധാനത്തിന് വേണ്ടി എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊരു ഉദാഹരണം പറയാൻ. ഇനി മന്ത്രിസഭയിലെ പോലീസ് വകുപ്പ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, പോലീസ് മന്ത്രി. എന്താ പോലീസിന് ചുമതല? ക്രമസമാധാന പരിപാലനം. പ്രശ്നങ്ങളും വഴക്കും ഉണ്ടാകുമ്പോൾ കൈകാര്യം ചെയ്യുക, അതാണ് പോലീസിന്റെ ക്രമസമാധാന പരിപാലനം. പോലീസ് മിനിസ്റ്റർ. ആഭ്യന്തരമന്ത്രി എന്ന് പറയും, ആഭ്യന്തരമന്ത്രി. വീട്ടിലെ ആഭ്യന്തരമന്ത്രി ആരാ? അപ്പനാണോ അമ്മയാണോ? ചോദ്യം. മറുപടി അമ്മ. അമ്മയ്ക്ക് മാത്രമേ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. കൗമാരക്കാരായ പ്ലസ് 1 പഠിക്കുന്ന, പ്ലസ് 2 പഠിക്കുന്ന 2 ചെറുക്കന്മാര്, അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരു മോനും നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചു. മോൻ രാത്രി കിടക്കാൻ നേരത്തെ ഒരു അമ്മയോട് പറയും, അമ്മയെ നാളെ രാവിലെ എനിക്ക് പൂരി ഉണ്ടാക്കി കിട്ടും. അവന് പൂരി. അപ്പൊ മോള് പറയും, വേണ്ട വേണ്ട, നാളെ നൂഡിൽസ് ഉണ്ടാക്കിയാൽ മതി. നൂഡിൽസുകാരനും പൂരിക്കാരനും കൂടെ ഭയങ്കര അടി, ഭയങ്കര ഒച്ചയും ബഹളവും. ഞാൻ കഴിക്കത്തില്ല, അങ്ങനെ ഉണ്ടാക്കി. ഇങ്ങനെയാ രണ്ടുപേരും ബഹളം നോക്കുമ്പോ അപ്പൻ വിളിച്ചു പറയും, വേണ്ട വേണ്ട, നാളെ എന്നാ കപ്പ ഒഴുങ്ങിയാൽ മതി, നിങ്ങളൊന്ന് തിന്നുന്ന കാണണം, അപ്പന്റെ വക കപ്പ ഒഴുങ്ങിയാൽ മതി. പാവം വീട്ടമ്മ. ബൈബിൾ എടുത്തു നോക്കിയാ ഭർത്താവിന് സകലതിനും കീഴ്പ്പെട്ടിരിക്കണം, ബൈബിൾ പറഞ്ഞിരിക്കുന്ന. കല്യാണം കഴിപ്പിച്ച നാളിലും അങ്ങനെ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു കപ്പ ഒഴുകണമെന്ന്, കെട്ടിയവൻ പറഞ്ഞിരിക്കുക കപ്പ ഒഴുകണമെന്ന്. കപ്പ ഒഴുങ്ങിയാൽ ഈ നൂഡിൽസുകാർ തിന്നുവോ? കപ്പ ഒഴുങ്ങിയാൽ ഈ പൂരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞവൻ തിന്നുവോ? അപ്പൻ മാത്രം തിന്നേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും ഒരു വീട്ടമ്മ? ക്രമസമാധാന പരിപാലന പ്രശ്നം ഉണ്ടായില്ലേ, അത് യുക്തിപൂർവം പരിഹരിക്കുന്നത് വീട്ടമ്മയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീട്ടിലെ ക്രമസമാധാന പരിപാലനവും വീട്ടമ്മയുടെ വകയാ. വീട്ടമ്മയാണ് പോലീസ് മിനിസ്റ്ററും വീട്ടിലെ. അങ്ങനെ എല്ലാ ഉത്തരവാദിത്വവും വഹിക്കുവാൻ തക്കവണ്ണം കഴിവ് നൽകിയ ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അത് വിശാലമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ മൂന്നാമത്തെ പ്രാർത്ഥന കുടുംബ സമാധാനം. അതൊത്തിരി ഇനിയും പറയാനുണ്ട് കുടുംബ സമാധാനത്തെ കുറിച്ച്, കേട്ടോ. അപ്പൊ പ്രാർത്ഥനയോടെ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് എനിക്ക് ആവശ്യമായ മനസമാധാനം, ഇന്ന് എനിക്ക് ആവശ്യമായ വസ്ത്രം, ഇന്ന് എനിക്ക് ആവശ്യമായ കുടുംബ സമാധാനം. കുടുംബത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അത് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിഷയങ്ങളിൽ ആധികാരികമായി കൂടുതൽ പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും കഴിയുന്ന കൗൺസിലിംഗ് കോഴ്സിന് അപേക്ഷകൾ നിങ്ങളുടെ കയ്യിലുള്ളത് പൂരിപ്പിച്ച് അയക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.